പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി ഭരണം കിട്ടുന്നു. ആ ഭരണത്തിൽ തന്നെ ഘോഷയാത്ര എല്ലാ പാർട്ടികളെയും അതേപോലെ തന്നെ എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്താൻ കഴിയുന്നു. അല്ല, അതിന് BJP എല്ലാ കാലത്തും എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് പരിപാടി നടക്കുന്നത്. അതിന് വ്യത്യാസമൊന്നുമില്ല. പിന്നെ അത്തം എന്ന് പറയുന്നത് രാഷ്ട്രീയ ഭേദമന്യേ, മതഭേദമന്യേ, ജാതിഭേദമന്യേ, വർഗ്ഗവർണ്ണ ഭേദമന്യേ നടത്തുന്ന ഒരു മഹത്തായ ഒരു ആഘോഷമാണ്. അത് മലയാളികളുടെയും വിശേഷ തൃപ്പൂണിത്തുറക്കാരുടെയും ഏറ്റവും വലിയ ഉത്സവമാണ്. അതിൽ എല്ലാ ജനപങ്കാളിത്തത്തോടും കൂടിയാണ് ഞങ്ങൾ നടത്തുന്നത്. ഇപ്രാവശ്യം 52 കലാരൂപങ്ങളുണ്ട്, അതുപോലെ 28 ടാബ്ലോകളുണ്ട്, കൂടാതെ 102ഓളം ഐറ്റങ്ങളാണ് ഇത്തവണയുള്ളത്. ഈ ഘോഷയാത്ര തുടങ്ങി ആദ്യത്തെ ഐറ്റം ഇവിടെ എത്തുമ്പോൾ ഈ ഘോഷയാത്ര അവസാനിച്ചിട്ടുണ്ടാവില്ല. ദീപക് എങ്ങനെയുണ്ട്? എന്തായാലും ഘോഷയാത്ര അത്തംകൂടിലാണ് വലിയ വിജയമാക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും വലിയ മുഖ്യമന്ത്രി ഇന്ന് വലിയ പ്രഖ്യാപനങ്ങളും ഉണ്ടായി. തീർച്ചയായിട്ടും അത് നടപ്പാക്കുന്നതിനൊക്കെ മുഖ്യമന്ത്രിയുടെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു, ഒരു ദിവസത്തേക്കെങ്കിലും അവധി കൊടുക്കണം. മുഖ്യമന്ത്രിയുടെ നാട് കൂടിയാണത്. അപ്പം ഈ തൃപ്പൂണിത്തുറ ഒരു പൈതൃക നഗരമാക്കുമെന്നും പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള പ്രവർത്തനങ്ങൾ ഇനിയുണ്ടാവും. തന്നെയാണ്. എന്തായാലും തൃപ്പൂണിത്തുറ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നേട്ടങ്ങളുടെ ഒരു ദിനം കൂടിയായിട്ടാണ് അവർ വിലയിരുത്തുന്നത്. കാരണം മുഖ്യമന്ത്രിയോട് നേരത്തെ തന്നെ അവർ ആവശ്യപ്പെട്ടിരുന്നു ഇന്നത്തെ ഒരു ദിവസം, ആ ഒരു ദിവസം ഇവിടെ തൃപ്പൂണിത്തുറ നഗരത്തിന് എറണാകുളം ജില്ലയ്ക്ക് അവധി ദിനമായി കൊടുക്കണമെന്നുള്ളത്. ഒരുപക്ഷെ മുഖ്യമന്ത്രി അത് ഏറെക്കുറെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഘോഷയാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആദ്യഘട്ടമായി ഇവിടുത്തെ നഗരസഭാ ചെയർമാനും ഒപ്പം തന്നെ MLA അടക്കമുള്ള ആളുകൾ പോയിട്ടുണ്ട്. തൊട്ട് പിന്നാലെ അത്തപതാകേന്ത്യ ഒരു കൂട്ടം ആളുകൾ, ഒരു കൂട്ടം മനുഷ്യർ, അതിനുശേഷം ഇവിടുത്തെ കുടുംബശ്രീയിലെ അംഗങ്ങൾ എല്ലാവരും തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. എത്ര പേരുണ്ട്? 100 പേരുണ്ട്. എവിടെ നിന്നുള്ള ആളുകളാണ്? അംഗൻവാടി ടീച്ചേഴ്സ് ആണല്ലേ? നമ്മുടെ നഗരസഭയ്ക്ക് കീഴിലുള്ളതാണോ അല്ലെങ്കിൽ നഗരസഭയ്ക്ക് കീഴിലുള്ളത്? എല്ലാവരും അംഗൻവാടി ടീച്ചേഴ്സ് ആണ്. അങ്ങനെയുണ്ട്. കുട്ടികളൊക്കെ നന്നായി പോകുന്നുണ്ടോ? നല്ലോണം പോകുന്നു. അവരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? നന്നായി പോകുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ശരി സഹിനെ, എന്തായാലും തുടങ്ങുകയാണ്. 2000ഓളം കലാകാരന്മാരാണ് അവിടെ അണിനിരക്കുക. ഇന്ന് ഓണക്കാലത്തിന്റെ വരവറിയിച്ച് ഇന്ന് അത്തമാണ്. അത്തത്തിൽ തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്രയും തുടങ്ങിയിരിക്കുന്നു. സഹിനും സരികയും അഖിലയും സെയ്ഫുനിസയൊക്കെ അവിടെ ഉണ്ട്.